നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദീപാവലി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. GST മാറ്റത്തിലൂടെ കൈവരിച്ചത് 5.5 ലക്ഷം കോടി രൂപയുടെ വിൽപ്പന. അടുത്ത ദീപാവലിയോടെ നിഫ്റ്റി 30,000-ലെത്തും. ഓഹരി വിപണിക്ക് ഇരട്ടയക്ക വളർച്ചയുണ്ടാകുമെന്ന് വിദഗ്ധർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്നുവെന്ന് RBI. ശക്തമായ സാമ്പത്തിക അടിത്തറയാണ് സമ്പദ്ഘടനയുടെ കരുത്ത്. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ്. 155% തീരുവ ചുമത്തുമെന്ന് ഭീഷണി. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നു. സ്വർണം വാങ്ങിക്കൂട്ടി ചൈന. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തയാണ്. ഇന്ന് മുഹൂർത്ത വ്യാപാരത്തിൽ ഇന്ത്യൻ ഓഹരി സൂചികകൾ ഉയർന്നു. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 84,630-ലും, നിഫ്റ്റി 80 പോയിന്റ് ഉയർന്ന് 25,924-ലും എത്തി. 1016 ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ 284 ഓഹരികൾ നഷ്ടത്തിലായി. 85 ഓഹരികൾ മാറ്റമില്ലാതെ തുടർന്നു. നിഫ്റ്റി ഓഹരികളിൽ ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, ഡോക്ടർ റെഡ്ഡീസ്, ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ് എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എല്ലാ മേഖലാ സൂചികകളും നേട്ടത്തിലാണ് വ്യാപാരം നടത്തിയത്. ബാങ്കിംഗ്, IT, ഓട്ടോ തുടങ്ങിയ മേഖലകൾ നേരിയ നേട്ടങ്ങൾ കൈവരിച്ചു. മീഡിയ, പവർ, ഹെൽത്ത് കെയർ എന്നിവ 0.5% ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.3%, സ്മോൾ ക്യാപ് സൂചിക 0.8% ഉയർന്നു. ദീപാവലി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. GST മാറ്റത്തിലൂടെ കൈവരിച്ചത് 5.5 ലക്ഷം കോടി രൂപയുടെ വിൽപ്പന. GST പരിഷ്കാരങ്ങളും ശക്തമായ ഉപഭോക്തൃ ആവശ്യവും മൂലം രാജ്യത്തുടനീളമുള്ള ദീപാവലി വിൽപ്പന 5.4 ലക്ഷം കോടിയിലെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് രാജ്യത്തിന്റെ റീറ്റെയിൽ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉത്സവ സീസണിലെ വിറ്റുവരവാണ്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ ഗവേഷണ വിഭാഗമായ CAIT റിസർച്ച് ആൻഡ് ട്രേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് നവരാത്രി മുതൽ ദീപാവലി വരെയുള്ള 2024-ലെ ഉത്സവ വിൽപ്പനയേക്കാൾ 25% വർധനവാണിത്. മൊത്തം വിൽപ്പനയുടെ 85% മെയിൻ ലൈൻ റീറ്റെയിൽ വിൽപ്പനയിൽ നിന്നാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. ഇത് വിപണിയുടെ ശക്തമായ പുനരുജ്ജീവനത്തെ സൂചിപ്പിക്കുന്നു. മധുരപലഹാരങ്ങൾ, വീട്ടുപകരണങ്ങൾ, പാദരക്ഷകൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഉപഭോക്തൃ ഡ്യൂറബിൾസ്, ദൈനംദിന ഉപയോഗ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പ്രധാന ഉപഭോക്തൃ റീറ്റെയിൽ വിഭാഗങ്ങളിലെ GST നിരക്കുകളിലെ കുറവ് വില ഗണ്യമായി മെച്ചപ്പെടുത്തുകയും വാങ്ങൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സർവേയിൽ പങ്കെടുത്ത 72% വ്യാപാരികളും GSTയിലെ കുറവ് മൂലം വിൽപ്പനയിൽ വർധനവ് രേഖപ്പെടുത്തിയതായി പറയുന്നു. 9 കോടി ചെറുകിട ബിസിനസ്സുകളും കോടിക്കണക്കിന് ചെറുകിട ഉൽപാദന യൂണിറ്റുകളും നേട്ടം രേഖപ്പെടുത്തി. കോർപ്പറേറ്റ് ഇതര കാർഷികേതര മേഖല ഇന്ത്യയുടെ വളർച്ചയുടെ പ്രധാന കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട്. ദീപാവലി വ്യാപാര കുതിച്ചുചാട്ടം ലോജിസ്റ്റിക്, ഗതാഗതം, റീറ്റെയിൽ പാക്കേജിംഗ്, ഡെലിവറി എന്നിവയിലായി ഏകദേശം 50 ലക്ഷം ആളുകൾക്ക് താൽക്കാലിക തൊഴിൽ സൃഷ്ടിച്ചതായും കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത ദീപാവലിയോടെ നിഫ്റ്റി 30,000-ലെത്തും. ഓഹരി വിപണിക്ക് ഇരട്ടയക്ക വളർച്ചയുണ്ടാകുമെന്ന് വിദഗ്ധർ. സംവദ് പുതുവർഷം ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് കൂടുതൽ ശക്തവും സ്ഥിരതയുള്ളതുമായ പ്രകടനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ ആഭ്യന്തര അടിസ്ഥാന കാര്യങ്ങൾ, പണപ്പെരുപ്പം ലഘൂകരിക്കൽ, നയപരിഷ്കാരങ്ങൾ, പുതുക്കിയ വിദേശ നിക്ഷേപക താൽപര്യം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഇരട്ടയക്ക വളർച്ച വിദഗ്ധർ പ്രവചിക്കുന്നു. മിതമായ വരുമാനം അടയാളപ്പെടുത്തിയ ഒരു വർഷത്തിനു ശേഷം വിപണികൾ ഏകീകരണ ഘട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്ഥിര ഉയർച്ചയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ ദീപാവലി മുതൽ ഇതുവരെയുള്ള കാലയളവ് ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, താരിഫ് അനിശ്ചിതത്വം തുടങ്ങിയ വിഷയങ്ങളാൽ കലുഷിതമായിരുന്നു. എന്നാൽ ഈ വർഷം സാമ്പത്തിക അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. RBIയുടെ 100 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ ഉപഭോഗവും മൂലധന ചെലവും വർദ്ധിപ്പിക്കും. ആദായ നികുതി ഇളവുകൾ, ഓട്ടോ, FMCG തുടങ്ങിയ മേഖലകൾക്കുള്ള GST ഇളവുകൾ, PLI പദ്ധതികൾ വഴി ഉൽപ്പാദനത്തിലുള്ള തുടർച്ചയായ പിന്തുണ തുടങ്ങിയ സർക്കാർ നടപടികളും വളർച്ചയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
വിദേശ നിക്ഷേപം, സാധ്യതയുള്ള ഇന്തോ US വ്യാപാര കരാർ, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്നുമുള്ള സ്ഥിരമായ ആഭ്യന്തര നിക്ഷേപം എന്നിവ വിപണി സ്ഥിരതയ്ക്ക് ശക്തമായ അടിത്തറ നൽകുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള അനിശ്ചിതത്വത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുന്നുവെന്ന് RBI. ശക്തമായ സാമ്പത്തിക അടിത്തറയിലാണ് ഇന്ത്യൻ സമ്പദ്ഘടന കെട്ടിപ്പടുത്തിരിക്കുന്നതെന്നും റിസർവ് ബാങ്ക്. ശക്തമായ മാക്രോ ഇക്കണോമിക് ഘടകങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ആഗോള അനിശ്ചിതത്വത്തിനും ദുർബലമായ ബാഹ്യ ഡിമാൻഡിനുമിടയിൽ സ്ഥിരത പുലർത്തുന്നു. ശക്തവും ഈടുനിൽക്കുന്നതുമായ മാക്രോ ഇക്കണോമിക് അടിസ്ഥാന ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഇതുവരെ പ്രതിരോധശേഷി പ്രകടമാക്കിയതെന്ന് RBI പറഞ്ഞു. ആഗോള അനിശ്ചിതത്വം വർദ്ധിച്ചതായി RBIയുടെ ഒക്ടോബർ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് ഓഫ് ദി ഇക്കോണമി എന്ന ലേഖനത്തിൽ പറയുന്നു. US-ൽ സെപ്റ്റംബറിൽ വ്യാപാര സാമ്പത്തിക നയ അനിശ്ചിതത്വം വർദ്ധിച്ചു. എന്നിരുന്നാലും ആഗോള വളർച്ച പൊതുവെ ഉയർന്ന നിലയിലാണ്. US-ചൈന വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചതും US അടച്ചുപൂട്ടൽ നീണ്ടുനിന്നതും മൂലം ഒക്ടോബറിൽ നിക്ഷേപകരുടെ വികാരം മങ്ങി. ആഗോള പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മുക്തമല്ലെങ്കിലും നിയന്ത്രിതമായ പണപ്പെരുപ്പം, ബാങ്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും ശക്തമായ ബാലൻസ് ഷീറ്റുകൾ, മതിയായ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നിവയുൾപ്പെടെ ശക്തവും ഈടുനിൽക്കുന്നതുമായ മാക്രോ ഇക്കണോമിക് അടിസ്ഥാന ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇതുവരെ പ്രതിരോധശേഷി പ്രകടമാക്കിയിരുന്നത്. 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് സെപ്റ്റംബറിൽ ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നു. സ്വർണം വാങ്ങിക്കൂട്ടി ചൈന. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരുമ്പോഴും സ്വർണത്തിലെ നിക്ഷേപം ഉയർത്തുകയാണ് ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ. ഈ ആഴ്ച സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി. ഈ വർഷം RBI സ്വർണ്ണ നിക്ഷേപം കുറച്ചിട്ടുണ്ടെങ്കിലും കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഉയർന്നു. തുർക്കി ഉൾപ്പെടെ നിക്ഷേപം ഉയർത്തി. ആഗോള സമ്പദ് രംഗത്ത് അനിശ്ചിതങ്ങളുണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയാറുണ്ട്. പ്രത്യേകിച്ച് പണപ്പെരുപ്പം ഉയരുകയും റിസ്കുള്ള ആസ്തികൾ തിളങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വ്യക്തിഗത നിക്ഷേപങ്ങൾ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളും സ്വർണത്തിൽ നിക്ഷേപം നടത്തും. ഇപ്പോൾ മത്സരിച്ച് സ്വർണം വാങ്ങുന്നതിൽ മുൻപന്തിയിലുള്ളത് ചൈനയാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏകദേശം 39.2 ടൺ സ്വർണം വാങ്ങിയിട്ടുണ്ട്. 2025 ഒക്ടോബർ 8 വരെ ചൈനയുടെ കൈവശമുള്ളത് 2298.5 ടൺ സ്വർണ്ണശേഖരമാണ്. സെപ്റ്റംബറിൽ 0.4 ടൺ മാത്രമാണ് വാങ്ങിയത്. അതിനു മുമ്പ് ഓരോ മാസവും ഏകദേശം 2 ടൺ മുതൽ 5 ടൺ വരെയാണ് നിക്ഷേപം. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈന ശ്രമം നടത്തുകയാണ്. US സമ്പദ്വ്യവസ്ഥയുമായി മാത്രം ബന്ധപ്പെട്ടിരുന്ന കറൻസിയിൽ നിന്ന് ആസ്തികൾ പരമാവധി വൈവിധ്യവൽക്കരിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ സ്വർണം സ്ഥിരതയുള്ള ആസ്തിയായി അംഗീകരിക്കപ്പെടുന്നുണ്ട്. യുദ്ധത്തിന്റെയും അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ സ്വർണ്ണ നിക്ഷേപം സുരക്ഷിതമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരടക്കമുള്ള ജീവനക്കാർക്ക് ഷിഫ്റ്റ് ഏകീകരിച്ചു. കിടക്കകളുടെ എണ്ണം നോക്കാതെ ഡ്യൂട്ടി സമയം നിശ്ചയിക്കും. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും 6 മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവ്. പകൽ 6 മണിക്കൂർ വീതവും രാത്രിയിൽ 12 മണിക്കൂറും എന്ന രീതിയിലാണ് പുതിയ ഷിഫ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതോടെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും നഴ്സുമാർക്ക് ഒരേ ഷിഫ്റ്റ് സമ്പ്രദായമായി. ഇതുവരെ 100 കിടക്കയിലധികമുള്ള സ്വകാര്യ ആശുപത്രിയിൽ മാത്രമായിരുന്നു 6-6-12 എന്ന സമ്പ്രദായമുണ്ടായിരുന്നത്. വി വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അധിക സമയം ജോലി ചെയ്താലുള്ള ഓവർടൈം അലവൻസ് എല്ലാ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. രാത്രികാലങ്ങളിൽ ജീവനക്കാർക്ക് വീട്ടിലെത്താൻ ഗതാഗത സൗകര്യമില്ലെങ്കിൽ വിശ്രമമുറി അനുവദിക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. രാവിലെ ഉയർന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഇടിഞ്ഞു. ഗ്രാമിന് 200 രൂപയും പവന് 1600 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,970 രൂപയായി. പവന് വില 95,760 രൂപയിലുമെത്തി. രാവിലെ പവന് 1,520 രൂപയായിരുന്നു വർദ്ധിച്ചത്. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 180 രൂപ നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദീപാവലി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. GST മാറ്റത്തിലൂടെ കൈവരിച്ചത് 5.5 ലക്ഷം കോടി രൂപയുടെ വിൽപ്പന.
അടുത്ത ദീപാവലിയോടെ നിഫ്റ്റി 30,000-ലെത്തും. ഓഹരി വിപണിക്ക് ഇരട്ടയക്ക വളർച്ചയുണ്ടാകുമെന്ന് വിദഗ്ധർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്നുവെന്ന് RBI. ശക്തമായ സാമ്പത്തിക അടിത്തറയാണ് സമ്പദ്ഘടനയുടെ കരുത്ത്. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ്. 155% തീരുവ ചുമത്തുമെന്ന് ഭീഷണി. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നു. സ്വർണം വാങ്ങിക്കൂട്ടി ചൈന. ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.